LTC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 പത്മഭൂഷൺ നേടിയ കായിക താരം ആര്? PV സിന്ധു. 2020 പത്മഭൂഷൺ നേടിയ കായിക താരം ആര്? PV സിന്ധു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2020 അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ ടീം ഏത്? ബംഗ്ലാദേശ്. 2020 അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ ടീം ബംഗ്ലാദേശ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ ചരക്ക് കപ്പൽ ഏത്? ശേഷ്നാഗ്. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ ചരക്ക് കപ്പൽ ഏത്? ശേഷ്നാഗ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഹരിയാന. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഹരിയാന. ഫിഫ്ത് ക്വസ്റ്റ്യൻ, 2020 ജൂലൈയിൽ ദൂരദർശൻ ഒഴികെയുള്ള എല്ലാ വാർത്താ ചാനലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏത്? നേപ്പാൾ. 2020 ജൂലൈയിൽ ദൂരദർശൻ ഒഴികെയുള്ള എല്ലാ വാർത്താ ചാനലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യം ഏത്? നേപ്പാൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏത്? ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏത്? ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം. ജമ്മു ആൻഡ് കാശ്മീരിലാണിത്. സെവൻത് ക്വസ്റ്റ്യൻ, 2020 G20 ഉച്ചകോടിയുടെ വേദി ഏത്? റിയാദ്. 2020 G20 ഉച്ചകോടിയുടെ വേദി റിയാദ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, 2022 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി ഖത്തർ. നയൻത് ക്വസ്റ്റ്യൻ, പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. 10th ക്വസ്റ്റ്യൻ, 2020 ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സ്റ്റേറ്റ് ത്രിപുര. 2020 ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സ്റ്റേറ്റ് ത്രിപുര. 11th ക്വസ്റ്റ്യൻ, 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്പ്. 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്പ്. 12th ക്വസ്റ്റ്യൻ, ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറീസ് നിലവിൽ വന്നത് എന്ന്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31 ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ എന്നീ യൂണിയൻ ടെറിട്ടറീസ് നിലവിൽ വന്നത്. 13th ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. 14th ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി സർവകലാശാല നിലവിൽ വന്ന സ്റ്റേറ്റ്? ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി സർവകലാശാല നിലവിൽ വന്ന സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. 15th ക്വസ്റ്റ്യൻ, 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിനായിരുന്നു. ആനന്ദിന്റെ തൂലികാ നാമമാണ് P. സച്ചിദാനന്ദൻ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിനും 2020 എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്കറിയയ്ക്കുമായിരുന്നു. 16th ക്വസ്റ്റ്യൻ, 2020 MK സാനു പുരസ്കാരം നേടിയത് ആര്? 2020 MK സാനു പുരസ്കാരം നേടിയത് പ്രൊഫസർ M. തോമസ് മാത്യു. 17th ക്വസ്റ്റ്യൻ, 2020 വയലാർ അവാർഡ് നേടിയത് ആര്? 2020 വയലാർ അവാർഡ് നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിയത്. 2019 വയലാർ അവാർഡ് നേടിയത് VJ ജെയിംസിനായിരുന്നു, നിരീശ്വരൻ എന്ന കൃതിക്ക്. 2019 വയലാർ അവാർഡ് VJ ജെയിംസ്, നിരീശ്വരൻ എന്ന കൃതിക്ക്. 18th ക്വസ്റ്റ്യൻ, 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 19th ക്വസ്റ്റ്യൻ, 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? നോക്കുവിദ്യ, പാവകളി. 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? നോക്കുവിദ്യ, പാവകളി. 2020 ICC വനിതാ T20 വേൾഡ് കപ്പ് ജേതാക്കൾ. 2020 ICC വനിതാ T20 വേൾഡ് കപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. 2020 പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം. 2020 പത്മശ്രീ നേടിയ മലയാളികളുടെ എണ്ണം 4. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ കണ്ടെത്തിയ സ്ഥലം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ കണ്ടെത്തിയ സ്ഥലം ന്യൂയോർക്കാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ കണ്ടെത്തിയ സ്ഥലം ന്യൂയോർക്ക്.
ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രിക് വാണിജ്യ വിമാനം പ്രവർത്തനം ആരംഭിച്ച രാജ്യം. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രിക് വാണിജ്യ വിമാനം പ്രവർത്തനം ആരംഭിച്ച രാജ്യം കാനഡ. 2019 അന്തരിച്ച ബാർകോഡിന്റെ ഉപജ്ഞാതാവ് ജോർജ് ലോറർ. 2019 അന്തരിച്ച ബാർകോഡിന്റെ ഉപജ്ഞാതാവ് ജോർജ് ലോറർ. 2019 ബാലാമണിയമ്മ പുരസ്കാരം ടി പത്മനാഭൻ. 2019 ബാലാമണിയമ്മ പുരസ്കാരം ടി പത്മനാഭൻ. 2019 കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം സത്യൻ അന്തിക്കാട്. 2019 കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം സത്യൻ അന്തിക്കാട്. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക വിഭാഗത്തിന് സംവരണ ആനുകൂല്യം നൽകുന്ന ഭരണഘടനാ ഭേദഗതി 103 ഭരണഘടനാ ഭേദഗതി. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക വിഭാഗത്തിന് സംവരണം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 103 ഭരണഘടനാ ഭേദഗതി. ഇത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജാനുവരി 12-നാണ്. 2022 ബഹിരാകാശത്ത് പോകുന്ന റോബോട്ടാണ് വ്യോമമിത്ര. 2022 ബഹിരാകാശത്ത് പോകുന്ന റോബോട്ട് വ്യോമമിത്ര. 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച ആദ്യ കപ്പൽ നിർമ്മാണശാല കൊൽക്കത്ത. 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച ആദ്യ കപ്പൽ നിർമ്മാണശാലയാണ് കൊൽക്കത്ത കപ്പൽ നിർമ്മാണശാല. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ RBI ഗവർണർ അമിതാഭ് ഘോഷ്. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ RBI ഗവർണറാണ് അമിതാഭ് ഘോഷ്. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ RBI ഗവർണർ അമിതാഭ് ഘോഷ്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി കാർഗോ ഫെറി സർവീസ് ആരംഭിച്ച രാജ്യം മാലിദ്വീപ്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി കാർഗോ ഫെറി സർവീസ് ആരംഭിച്ച രാജ്യം മാലിദ്വീപ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഇളയരാജ. 2020 ഹരിവരാസനം പുരസ്കാരം ഇളയരാജ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി വരുന്ന സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി വരുന്ന സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതി. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി 104 ഭരണഘടനാ ഭേദഗതി 2020 ജനുവരി 25-ന് പ്രാബല്യത്തിൽ വന്നു. 2020 ജനുവരി 25-ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണം അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണം അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്ട്. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കവി സച്ചിദാനന്ദന്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കവി സച്ചിദാനന്ദന്. 2019 ഓടക്കുഴൽ അവാർഡ് N പ്രഭാകരൻ. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് N പ്രഭാകരൻ. മായാമനുഷ്യർ എന്ന കൃതിക്കാണ് N പ്രഭാകരന് 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഹരിഹരൻ. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഹരിഹരൻ. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഫുഗാഗു. ജപ്പാന്റെ ഫുഗാഗു ആണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. 2020 IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. 2020 IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ താരം നൊവാക് ദോക്കോവിച്ച്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ താരം നൊവാക് ദോക്കോവിച്ച് സെർബിയ. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ താരം സോഫിയ കെനിൻ അമേരിക്ക. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ താരം സോഫിയ കെനിൻ. 2020 US ഓപ്പൺ പുരുഷ താരം ഡൊമിനിക് തീം. 2020 US ഓപ്പൺ പുരുഷ താരം ഡൊമിനിക് തീം. 2020 US ഓപ്പൺ വനിതാ താരം നവോമി ഒസാക്ക. 2020 US ഓപ്പൺ വനിതാ താരം നവോമി ഒസാക്ക. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ താരം റാഫേൽ നദാൽ. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ താരം റാഫേൽ നദാൽ. 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ താരം ഇഗാഷ്യ ടെക്. 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ താരം ഇഗാഷ്യ ടെക്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റംഫാലാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റംഫാൽ. ചൈനയ്ക്ക് പുറത്ത് കൊറോണ മരണം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ്. ചൈനയ്ക്ക് പുറത്ത് കൊറോണ മരണം സ്ഥിരീകരിച്ച രാജ്യം ഫിലിപ്പീൻസ്.
പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ സ്റ്റേറ്റ് ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ സ്റ്റേറ്റ് ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ സ്റ്റേറ്റ് കേരളം. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ സ്റ്റേറ്റ് കേരളവും അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ സ്റ്റേറ്റ് ഗോവയുമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിന് വിവരം കൈമാറാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് യോദ്ധാവ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിന് വിവരം കൈമാറാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ഉത്തരാഖണ്ഡിന്റെ ഉഷ്ണകാല തലസ്ഥാനമാണ് ഗേർസെയിൻ. ഉത്തരാഖണ്ഡിന്റെ ഉഷ്ണകാല തലസ്ഥാനം ഗേർസെയിൻ. 2020 അമ്മന്നൂർ പുരസ്കാരം നേടിയത് ശാന്ത ഗോഖലെ. 2020 അമ്മന്നൂർ പുരസ്കാരം നേടിയത് ശാന്ത ഗോഖലെ. 2020 ക്രോസ്വേഡ് ബുക്ക് പുരസ്കാരം നേടിയത് മാധുരി വിജയ്. 2020 ക്രോസ്വേഡ് ബുക്ക് പുരസ്കാരം നേടിയത് മാധുരി വിജയ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഗുവാഹത്തി, ആസാം. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഗുവാഹത്തി, ആസാം. ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ പോർട്ട് ഏതാണ്? വാധവൻ പോർട്ട്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ പോർട്ട് വാധവൻ പോർട്ട്, മഹാരാഷ്ട്ര. 2020 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ, ശ്യാമമാധവ് എന്ന കൃതിക്ക്. 2020 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ, ശ്യാമമാധവ് എന്ന കൃതിക്ക്. 2019 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2019 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യൻ എം മുംതാസ് അലി. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യൻ എം മുംതാസ് അലി. നെയ്ത്തുകാരെയും കരകൗശല നിർമ്മാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പദ്ധതി സമർത്ത്. നെയ്ത്തുകാരെയും കരകൗശല നിർമ്മാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പദ്ധതി സമർത്ത്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബ് ബ്രയന്റ്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബ് ബ്രയന്റ്. 2020 അണ്ടർ 17 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഇന്ത്യ. 2020 ഫിഫ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഇന്ത്യ.